ഗസയിൽ 11 പേരടങ്ങുന്ന കുടുംബത്തെ പൂർണ്ണമായി കൊലപ്പെടുത്തി ഇസ്രായേൽ. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം 38 പേരെയാണ് ഇസ്രായേൽ വധിച്ചത്. റഫ അതിർത്തി നാളെ തുറക്കാനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇടപെട്ട് തടഞ്ഞു. 15 പലസ്തീൻ മൃതദേഹങ്ങൾ കൈമാറി ഇസ്രായേൽ. ക്രൂരപീഡനങ്ങൾ മരിച്ച പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ടില്ല. ഒരാഴ്ചക്കിടെ 47 തവണയാണ് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചത്. ഇന്ന് കണ്ടെടുത്ത 2 മൃതദേഹങ്ങൾ രാത്രി കൈമാറുമെന്ന് ഹമാസ് അറിയിച്ചു. MCA നാസർ ചേരുന്നു. MCA, പൂർണ്ണമായി വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 38 പേരാണ് ഈ വെടിനിർത്തൽ കരാറിനു ശേഷം ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചതിന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതാ 11 പേരടങ്ങുന്ന ഒരു കുടുംബത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുന്നു. ആ രീതിയിൽ ക്രൂരത ഇപ്പോഴും ഇസ്രായേൽ തുടരുകയാണ്. തുടക്കത്തിലെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് പോലും ഈ പദ്ധതിയുമായി ട്രംപ് മുന്നോട്ട് വരുമ്പോൾ പോലും ഉണ്ടായിരുന്ന സംശയം അത് വെറുതെ അല്ല, അതങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്നാണോ ഇപ്പോഴത്തെ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ അതിക്രൂരമായിട്ടുള്ള ഹത്യ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഗസയിലേക്കുള്ള റഫ പാത തുറക്കുമെന്ന പ്രഖ്യാപനം ഇനിയും അനിശ്ചിതമായിട്ട് നീളുകയാണ്. സഹായ വസ്തുക്കൾ എത്തിക്കുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ഫലസ്തീൻകാരുടെ മൃതദേഹം കൈമാറുന്ന കാര്യത്തിലൊക്കെയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയും താല്പര്യക്കുറവും നേരിടുമ്പോൾ അതേക്കുറിച്ചൊന്നും തന്നെ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നില്ല. ഇന്നിപ്പം ആകെ 28 മൃതദേഹങ്ങളായിരുന്നു ഹമാസ് കൈമാറേണ്ടിയിരുന്നത്. അതിൽ 10 മൃതദേഹങ്ങൾ ഇതിനകം തന്നെ കൈമാറിക്കഴിഞ്ഞു. ഇപ്പോൾ പുതുതായിട്ട് കണ്ടെടുത്തിരിക്കുന്ന 2 മൃതദേഹങ്ങൾ ഇന്ന് രാത്രി പ്രാദേശിക സമയം 10 മണിയോടുകൂടി കൈമാറുമെന്നാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായിട്ടുള്ള അൽഖസാം ബ്രിഗേഡ് അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെ റഫ അതിർത്തി തുറക്കുമെന്നായിരുന്നു ഇന്ന് ഈജിപ്ത് പ്രഖ്യാപിച്ചിരുന്നത്. ഇസ്രായേലുമായിട്ട് അക്കാര്യത്തിൽ ധാരണയിലെത്തിയെന്നും ഈജിപ്ത് നേതൃത്വം അറിയിച്ചിരുന്നു. പക്ഷേ അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത് തൽക്കാലം താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ റഫ അതിർത്തി തുറക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതാണ്. അതായത് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും തങ്ങൾക്ക് ലഭ്യമാകുന്നത് വരെ ഈ അതിർത്തി തുറക്കുന്നതിന് താൻ താല്പര്യമില്ല എന്നൊരു പ്രതികരണം കൂടിയാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാൻ സാധിക്കും, ഏതാണ്ട് 360 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൈമാറേണ്ടതുണ്ട്. അതിൽ 120 മൃതദേഹങ്ങൾ ഇന്നലെയും ഇന്നിപ്പോൾ 15 മൃതദേഹങ്ങളും 135 മൃതദേഹങ്ങൾ മാത്രമാണ് കൈമാറിയിരിക്കുന്നത്. ആ കൈമാറിയ മൃതദേഹങ്ങളോട് എല്ലാ അർത്ഥത്തിലും ആ മൃതദേഹങ്ങൾ നടത്തിയ പരിശോധനയിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് വലിയ തോതിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ, പീഡനങ്ങൾ ഈ മനുഷ്യർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല അവരിൽ ഭൂരിഭാഗം പേരെയും ആസൂത്രിതമായി തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന തെളിവുകളും പുറത്തുവിടുന്നുണ്ട്. ചില തിരിച്ചറിഞ്ഞ വളരെ അപൂർവം മൃതദേഹങ്ങൾ മാത്രമാണ്. അവ ഇന്ന് സംസ്കരിച്ചതായിട്ട് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 11 പേരെയാണ് ഇപ്പോൾ കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്നത്. യെല്ലോ ലൈനിലേക്ക് സൈന്യം പിൻവാങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വന്ന വാഹനത്തിന് നേരെ തങ്ങൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ അതിന് പറയുന്ന ന്യായീകരണം. ഈ പിന്നിട്ട ഒരാഴ്ച ഈ വെടിനിർത്തൽ പിന്നിടുന്നൊരു ഘട്ടത്തിൽ ഏതാണ്ട് 47 തവണയാണ് ഈ വെടിനിർത്തൽ ലംഘനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷെ അതേക്കുറിച്ചൊന്നും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ അമേരിക്ക തയ്യാറായിട്ടില്ല. മറിച്ച് ഈ നിയന്ത്രണം ഇപ്പൊ നമുക്കറിയാം, വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിലെ ആ നിബന്ധന അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഈ സൈന്യത്തിന്റെ അതിർത്തി ഇല്ലെങ്കിൽ സൈന്യത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് എത്തിയതുകൊണ്ടാണ് ആക്രമിച്ചത്, ഇല്ലെങ്കിൽ കൊന്നുകളഞ്ഞത് എന്നുള്ള ഇസ്രായേലിന്റെ വാദം പോലും അത് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. അത്തരത്തിൽ മനുഷ്യരെ കൊന്നുകളയുക എന്നത് മാത്രം ഒരേ ഒരു പോംവഴി എന്ന രീതിയിൽ പോലും പെരുമാറുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ നിയന്ത്രിക്കുമെന്നാണ്, അതിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഇനി? തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട ചർച്ചകൾ അമേരിക്കയുമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ വെടിനിർത്തൽ ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് ഘട്ടത്തിലും അത് പൂർണ്ണമായിട്ടും വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇരുപക്ഷത്തും ഉണ്ടാവും. അത്തരമൊരു സാഹചര്യത്തെ ചെറുക്കാൻ ശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്ന് അമേരിക്കയോട് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തും ഖത്തറും തുർക്കിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ ഇസ്രായേലും ഈജിപ്തും സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ
മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രമായില്ല തങ്ങളുടേതായിട്ടുള്ള ഒരു താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക. കാരണം യെല്ലോ ലൈൻ എന്ന ഒരു ഘട്ടത്തിൽ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ സൈനിക പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്ന് ഏത് ഘട്ടത്തിലും തങ്ങൾക്കെതിരായിട്ടുള്ളൊരു നീക്കം നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സാധാരണ സിവിലിയൻ പൗരന്മാർക്ക് നേരെയുള്ള ഇന്നിപ്പോൾ കൊല്ലപ്പെട്ട ഈ 11 പേരിൽ 6 പേരും കുട്ടികളാണ്. അപ്പം അത്രയും കൃത്യമായിട്ട് ഇത് സാധാരണക്കാർ സഞ്ചരിക്കുന്ന വാഹനമാണ് എന്നൊക്കെ ബോധ്യമുണ്ടായിട്ട് പോലും ഒരു ആക്രമണം നടത്തുന്നതിൻ്റെ ലക്ഷ്യം തങ്ങളുടെ ആ വംശഹത്യാ പദ്ധതി ഈ വെടിനിർത്തൽ ഘട്ടത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇസ്രായേലിൻ്റെ ഒരു താല്പര്യം തന്നെയാണ്. പിന്നിട്ട 2 വർഷങ്ങളായി തുടരുന്ന ഹത്യ വീണ്ടും പല നിലക്കാണ് ഇതിപ്പം മുന്നോട്ട് പോകുന്നത്. കാരണം ഈ വെടിനിർത്തൽ കരാറിൽ തന്നെ രേഖപ്പെടുത്തിയ പ്രകാരം വളരെ പെട്ടെന്ന് വിലക്കുകളില്ലാതെ സഹായ വസ്തുക്കൾ ഗസയിൽ എത്തിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അത് രേഖപ്പെടുത്തിയ കാര്യമാണ്. ഭക്ഷണം എത്തിക്കുക ഇല്ലെങ്കിൽ നമുക്കറിയാം മരുന്നുകൾ, വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ, ഏത് അവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത് എന്നത് നമുക്കറിയാം. റഫ അതിർത്തി തുറക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും ആ ഭക്ഷ്യക്ഷാമം രൂക്ഷമാണ്. ഈ അതിർത്തിയിലേക്ക് ആയിരക്കണക്കിന് ട്രക്കുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ചിലത് മാത്രമാണ് തുറന്നുകൊടുത്തത് ഇസ്രായേൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഏറ്റവും ആദ്യത്തെ ആവശ്യം അത് എന്നിരിക്കെ ഇപ്പോഴും ആ ക്രൂരത, ഈ ഭക്ഷണം പോലും വെള്ളം പോലും കൊടുക്കാതിരിക്കുന്ന ക്രൂരത തുടർന്നാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ്. പട്ടിണി കാരണം ഏതാണ്ട് 500ഓളം ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായൊരു സ്ഥലത്തേക്കാണ് ഇപ്പോഴും ആ ക്രൂരത തുടരുന്നത്. അന്താരാഷ്ട്ര സമൂഹം അതിൽ എങ്ങനെ ഇടപെടുന്നുണ്ട് നിലവിൽ? ഇതിൽ നേരത്തെ തന്നെ ഈ വെടിനിർത്തൽ കരാറിൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, ദിനംപ്രതി 600 ട്രക്കുകളെങ്കിലും അനുവദിക്കേണ്ടതുണ്ട് എന്നാണ്. ആ 600 ട്രക്കുകൾക്ക് പകരം ഇപ്പോൾ വളരെ 300-നും 200 ട്രക്കുകൾ മാത്രം, അതും കരീം ഷാലോം അതിർത്തി മുഖേന മാത്രമാണ് അയക്കുന്നത്. അതിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളോ പിന്നെ ഈ ഭക്ഷ്യവസ്തുക്കൾക്ക് അപ്പുറത്തേക്കുള്ള ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും, വെള്ളവും മരുന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതൊക്കെയും ഇപ്പോൾ പോലും അതിശക്തമായിട്ടുള്ള നിയന്ത്രണം ഇസ്രായേൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. UN ഏജൻസികൾ പോലും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. തങ്ങൾക്ക് യാതൊരു നിലക്കുള്ള അനുമതിയും ലഭിക്കുന്നില്ല. ഈ ഭക്ഷ്യവസ്തുക്കളും മരുന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും താൽക്കാലിക ടെന്റുകൾ ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് ഗസയിലേക്ക് എത്തിച്ചിട്ടില്ല എങ്കിൽ ഈ സ്ഥിതി കൂടുതൽ ഗുരുതരമായിട്ട് മാറും. കാരണം ഈ നോർത്ത് വടക്കൻ ഗസയിലേക്ക് പലായനം ചെയ്ത് മാറിയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരിലേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് സൗകര്യങ്ങളും എത്തിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടാകേണ്ടതുണ്ട്. ഈ റഫ അതിർത്തി തുറന്നെങ്കിൽ മാത്രമേ ഇത്രയും കൂടുതൽ ട്രക്കുകൾ അങ്ങോട്ട് വരികാനും ഈ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യാനും സാധിക്കുകയുള്ളൂ. പക്ഷെ അതിനുള്ള നീക്കങ്ങൾ അത് ഏതൊക്കെ രീതിയിൽ ഇടപെട്ട് തടയാൻ പറ്റുമെന്നാണ് നെതന്യാഹുവും പിന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈജിപ്തും മധ്യസ്ഥ രാജ്യങ്ങളും നടത്തിയ റഫ അതിർത്തി നാളെ തുറക്കുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ആയിരങ്ങൾ കാത്തിരുന്നത്. പക്ഷേ അല്പം മുമ്പാണ് നെതന്യാഹു അക്കാര്യം അറിയിച്ചിരിക്കുന്നത്. തൽക്കാലം അതിർത്തി തുറക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ബന്ധപ്പെട്ടവരെ താൻ അറിയിച്ചത് എന്ന് നെതന്യാഹു പറയുമ്പോൾ ഈ സേവനം ലഭ്യമാകേണ്ട ഒരു സാഹചര്യത്തിൽ അത് നൽകാൻ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ എന്നത് എത്ര കാലം ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുമെന്നത് സംബന്ധിച്ച കൂടുതൽ ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മാത്രവുമല്ല ഇനി അറിയേണ്ടത്, അതായത് ഹമാസിനെ നിരായുധീകരിക്കുക ഇല്ലെങ്കിൽ ആ നിരായുധീകരണ പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ട്? ഹമാസ് ഏത് തരത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇതിന് ഈ വെടിനിർത്തൽ കരാറിന്റെ 20 പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചു. അതിന്റെ ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറായി. അതുപോലും നിരന്തരമായിട്ട് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇനിയുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ യുദ്ധാനന്തര ഗസയുടെ ഭാവി, ബദൽ ഭരണ സംവിധാനം, അതോടൊപ്പം തന്നെ പുനർനിർമ്മാണം, പിന്നെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഗസയിലെ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള അത്തരം ഘട്ടങ്ങളിലേക്ക് ചർച്ച പോകുന്ന ഒരു സാഹചര്യം പോലും ഏതൊക്കെ രൂപത്തിൽ തങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് ലംഘിക്കാനും അത്തരം ഒരു സാധ്യതയെ, ഒരു പ്രതീക്ഷയെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേരത്തെ തന്നെ കൈക്കൊണ്ട നിലപാടുണ്ട്. ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആയുധങ്ങൾ അവർക്ക് കൈമാറുകയും അത്തരമൊരു സമിതി പിന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. അതല്ലാതെ ആയുധങ്ങൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു വിദേശ സൈന്യത്തിനോ സേനക്കോ ഇത് കൈമാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല.
പാടില്ല, ഗസയിലേക്ക് വിദേശ സൈനിക സാന്നിധ്യമോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുടെ സാന്നിധ്യമോ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുകൂടി ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരായുധീകരണം വരണമെങ്കിൽ ഈ ഒരു സ്വതന്ത്ര ഫലസ്തീനികളുടേതായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഈ സ്വതന്ത്രമായിട്ട് വരേണ്ടതുണ്ട്. ആ ഒരു സ്വതന്ത്ര ഫലസ്തീൻ സ്റ്റേറ്റിനോട് ലോകരാജ്യങ്ങൾ 145ഓളം രാജ്യങ്ങൾ അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രയോഗതലത്തിൽ ഇത് വരുന്നതിനെ എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം ഇസ്രായേൽ തുടരുന്നൊരു ഘട്ടത്തിൽ നിരായുധീകരണം എന്നതിനോട് തങ്ങൾക്ക് ആ അർത്ഥത്തിൽ പ്രതികരിക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നതും. ധന്യ സെംസി, ഇതിൽ മറ്റൊരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗസയ്ക്ക് കൈമാറിയ മൃതദേഹങ്ങൾ, അത് ഒരുപാട് മൃതദേഹങ്ങളിൽ വലിയ ക്രൂരത നേരിട്ടതിന്റെ തെളിവുകളുണ്ട്. തിരിച്ചറിയാൻ പോലും സാധിക്കാതെ നമ്പറുകളിട്ടാണ് ഇത് കൈമാറിയിരിക്കുന്നത് എന്നറിയുന്നു. അത് കൂടുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത് കാണുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിന്റെ വിവരങ്ങൾ കൂടി അതിൽ ഇസ്രായേൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 135 മൃതദേഹങ്ങളാണ്, 360-ൽ 135 മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ കൈമാറിയിരിക്കുന്നത്. ഇതിൽ എല്ലാ മൃതദേഹങ്ങളും അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമായിട്ടാണ് തങ്ങൾക്ക് ലഭ്യമായതെന്നാണ് ഫോറൻസിക് വിഭാഗം ഗസയിൽ നിന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പരിശോധനയിൽ അതിക്രൂരമായിട്ടുള്ള, കാരണം ആസൂത്രിതമായിട്ടുള്ള കൊലപ്പെടുത്തൽ തന്നെയാണ് ഈ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാധാരണമായി പിടിച്ചുകൊണ്ടുപോയ മനുഷ്യരെയാണ് ഇവിധം ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയും അവരുടെ മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ പോലും ട്രക്കുകൾ ഓടിച്ചു കയറ്റിയതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളും ഈ പരിശോധനയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം തിരിച്ചറിയുക എന്ന ആ ഒരു പ്രക്രിയ പോലും വലിയ സങ്കീർണമായിട്ട് മാറുകയാണ്. വളരെ ചുരുക്കം മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. അതിൽ ഏതാനും മൃതദേഹങ്ങൾ ഇന്ന് ഗസയിൽ ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ അവർ സംസ്കരിക്കുകയും ചെയ്തു. ഇനിയും പിന്നെ ലഭ്യമാകാനുള്ള മൃതദേഹങ്ങൾ പിന്നെ നൂറുകണക്കിന് മൃതദേഹങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തടവുകാരുടെ കാര്യത്തിൽ 9,000-ത്തിലധികം തടവുകാർ അതിക്രൂരമായിട്ടുള്ള പീഡന പർവ്വങ്ങളിലൂടെ ാണ് ഇസ്രായേൽ ജയിലുകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഒരു അന്തർദേശീയ സമ്മർദ്ദം രൂപപ്പെടണമെന്നും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അന്തർദേശീയ സമൂഹം ഇക്കാര്യത്തിൽ പിന്നെ തികച്ചും നിസ്സംഗമായിട്ടുള്ള ഒരു നിലപാട് തന്നെ തുടരുന്നതുകൊണ്ട് തടവുകാരുടെ കാര്യത്തിൽ ഈ കൊല്ലപ്പെട്ട മനുഷ്യർ ഏത് അവസ്ഥയിൽ കൊല്ലപ്പെട്ടു എന്നൊരു അന്വേഷണം പോലും നടക്കാതെ പോകുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ. ധന്യ. ശരി MC, നന്ദി. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷത്തിൽ ദോഹയിൽ ഇരു രാഷ്ട്രങ്ങളിലെയും പ്രതിരോധ മന്ത്രിമാർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച 48 മണിക്കൂർ വെടിനിർത്തൽ നീട്ടുകയാണ് ദോഹ ചർച്ചയുടെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, എങ്ങനെ ചർച്ച നടക്കുന്നു, എങ്ങനെ മധ്യസ്ഥത വഹിക്കുന്നു, അതിർത്തി സംഘർഷത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ധന്യ, ഒക്ടോബർ 11 മുതലാണ് ഈ അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയിൽ രൂക്ഷമായ സംഘർഷം ഉടലെടുക്കുന്നത്. അതിനുശേഷം ഏകദേശം 100ഓളം പേർക്ക് ഈ അതിർത്തി സംഘർഷങ്ങളിൽ ഇരുഭാഗത്തു നിന്നുമായി ജീവൻ നഷ്ടമായി എന്നാണ് കണക്ക്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗദിയുടെയും അതുപോലെ ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ അതീവ ഉത്കണ്ഠ സംഘർഷത്തിൽ രേഖപ്പെടുത്തുകയും പിന്നാലെ ഇവരുടെയൊക്കെ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുകയും ചെയ്തിരുന്നു. 48 മണിക്കൂർ നേരത്തെ വെടിനിർത്തലാണ് പ്രാബല്യത്തിലുണ്ടായിരുന്നത്. അത് ഇന്നലെ അവസാനിച്ചു. അതിനുശേഷം വീണ്ടും പാകിസ്ഥാൻ്റെ ഒരു ആക്രമണം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായി. അതിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ടോളോ ന്യൂസ് ഏജൻസി അടക്കമുള്ള അഫ്ഗാനിസ്ഥാനിലെ പ്രമുഖ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് ദോഹയിൽ ഇതുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫും അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് മൗലവി മുഹമ്മദ് യാക്കൂബുമാണ് പ്രതിരോധ മന്ത്രി. അദ്ദേഹവുമാണ് രണ്ട് ഭാഗത്തെയും സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇവരാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ദോഹയിലെത്തിയത്. ഇന്നു മുതൽ ആ ചർച്ച ആരംഭിച്ചു എന്നാണ് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സംഘർഷത്തിൻ്റെ ഒരു തീവ്രതയിലേക്ക് വരുമ്പോൾ പക്തിക പ്രവിശ്യ അതുപോലെ ഖുറം എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലാണ് ഈ സംഘർഷം നടക്കുന്നത്. നമുക്കറിയാം, ഭൂമിശാസ്ത്രപരമായി വംശീയപരമായി ഏറെ സാമ്യതകളുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും അതുപോലെ അഫ്ഗാനിസ്ഥാനും. ഈ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഭൂമിശാസ്ത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായ അതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന ഒരു ലൈനുണ്ട്, ഒരു അതിർത്തി രേഖയുണ്ട്. ഡ്യൂറാൻഡ് ലൈനാണ് ഈ അതിർത്തി രേഖയുടെ പേര്. നമ്മുടെ ഇന്ത്യയുടെ റാഡ്ക്ലിഫ് രേഖ എന്നൊക്കെ പറയുന്നത് പോലെ ഈ അതിർത്തി രേഖ
ഈ അതിർത്തി രേഖയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് സംഘർഷത്തിന് കാരണം. പാകിസ്ഥാൻ പറയുന്നത് പ്രകാരം 1947 ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യമാകുന്ന വേളയിൽ തന്നെ ഞങ്ങൾ ഈ അതിർത്തി ഇൻഹെറിറ്റഡായി സ്വാഭാവികമായിട്ടും പൈതൃകമായി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഒരിക്കൽ പോലും ഈ അതിർത്തി അംഗീകരിച്ചിട്ടില്ല. ഇതാണ് ഈ സംഘർഷങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാന കാരണമെന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട സംഗതി, തഹരീക്കെ താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ സംഘടന പാകിസ്ഥാൻ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പാകിസ്ഥാൻ ആരോപിക്കുകയും ചെയ്യുന്നു. ഇതാണ് അഫ്ഗാനിസ്ഥാനിലെ എയർ സ്ട്രൈക്കിന്, വ്യോമാക്രമണത്തിനൊക്കെ പാകിസ്ഥാൻ ന്യായീകരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഈ രണ്ട് ഭൂമിശാസ്ത്രപരമായി രണ്ട് സമാനതകളുള്ള ഒരു രാഷ്ട്രങ്ങളിലെ തർക്കത്തിൽ, അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചർച്ചകളാണ് ദോഹയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവ്യ. ശരി, അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. അജ്മാനിൽ മാനസിക നില തെറ്റിയ നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതിയെ ഒടുവിൽ നാട്ടിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മേൽനോട്ടത്തിൽ ദുബൈയിൽ ചികിത്സയിലായിരുന്ന 25-കാരി ഇന്ന് രാത്രി നാട്ടിലെത്തും. കോൺസുലേറ്റ് പ്രതിനിധിയും സുഹൃത്തും യുവതിയെ നാട്ടിലേക്ക് അനുഗമിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് മീഡിയ വൺ ഈ ദുരവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത്. മീഡിയ വൺ ഇംപാക്ട്. അജ്മാനിലാണ് മാനസിക നില തെറ്റിയ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയിരുന്നത്. ദുബൈയിൽ അവർ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് കോൺസുലേറ്റിന്റെ ഇടപെടലിലൂടെ അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചത്. ഇന്ന് രാത്രി നാട്ടിലേക്ക് എത്തുകയാണ്. ആലപ്പുഴ സ്വദേശിയാണ്. മീഡിയ വണ്ണാണ് ഇവരുടെ വാർത്ത ലോകത്തെ അറിയിച്ചത്. അവരുടെ ബുദ്ധിമുട്ടിൽ ഇടപെടുകയും കോൺസുലേറ്റുമായി ബന്ധപ്പെടുകയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന നിരവധി സന്നദ്ധ പ്രവർത്തകരെല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ അവർക്ക് തിരിച്ച് നാട്ടിലെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്തത് എന്നുള്ളതാണ്. വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും നാട്ടിലേക്ക് എത്തുക, അത്രയധികം മാനസിക നില മോശമായ നിലയിലായിരുന്നു അവരെ കണ്ടെത്തിയിരുന്നത്. ആ സമയത്ത് തന്നെ വലിയ ഇടപെടൽ സന്നദ്ധ പ്രവർത്തകർ നടത്തി. അത് മീഡിയ വൺ വാർത്തയാക്കുകയും ചെയ്തു. പിന്നീടാണ് കോൺസുലേറ്റിന്റെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായത്. പെൺകുട്ടിയെ അവർ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ ചികിത്സയ്ക്ക് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പെൺകുട്ടി നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയാണ്. നാട്ടിലെത്തിയ ശേഷമായിരിക്കും മറ്റ് ചികിത്സ തുടരുക എന്ന് മനസ്സിലാക്കുന്നു. ശാരീരികമായും മാനസികമായും തകർന്ന നിലയിലായിരുന്നു ഇവരെ കണ്ടെത്തിയത്. നാട്ടിൽ ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, വലിയ ആശ്വാസത്തിലായിരിക്കുമെന്ന് അറിയാം. കാരണം ഒരാളുടെ ജീവിതം അത് കൈവിട്ടു പോയ സമയത്ത് തിരിച്ചു പിടിക്കാൻ കൂടെ നിന്നതിന്റെ ഒരു സംതൃപ്തിയും ഉണ്ടാകും എന്നും അറിയാം. എന്തായാലും നാട്ടിലേക്ക് ആ പെൺകുട്ടി തിരിച്ചു വരികയാണ്. ചികിത്സയുടെ കാര്യത്തിലൊക്കെ എന്ത് തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്? എപ്പോഴാണ് നാട്ടിലെത്തുക? ധന്യ, യു എയിലെ പ്രവാസികളെ സംബന്ധിച്ചോളം വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണിത്. ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ശക്തമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഈ പെൺകുട്ടിയെ ഇത്രയും ദിവസം ചികിത്സിക്കുകയും അതേപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്തത് ഇന്ത്യൻ കോൺസുലേറ്റാണ്. ഇപ്പോൾ നാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോഴും ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ പ്രതിനിധിക്കൊപ്പമാണ് നാട്ടിലേക്ക് അയച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് കൂടി നാട്ടിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടൽ. പ്രത്യേകിച്ച് ഡോക്ടർ താഹിറ, അതേപോലെ തന്നെ അജ്മാനിലുള്ള സാമൂഹിക പ്രവർത്തകർ. അജ്മാനിലുള്ള സാമൂഹിക പ്രവർത്തകരാണ് ഇവരെ ആദ്യം അജ്മാൻ പോലീസിലും പിന്നീട് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ അഭയകേന്ദ്രത്തിലും ഈ പെൺകുട്ടിയെ എത്തിക്കുന്നത്. സുരക്ഷിതമായി ആ കുട്ടിയെ ചികിത്സിക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ നാട്ടിലെത്തിക്കാനും സാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൂടി ഇപ്പോൾ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർക്കുണ്ട്. ധന്യ. യെസ്, അതാണ് അതിന്റെ ഒരു സന്തോഷം നമുക്ക് കൂടിയുണ്ട്. നമ്മൾ കൂടി അതിന്റെ ഭാഗമായി എന്നുള്ളതിൽ വളരെ ആശ്വാസകരമാണ്. ഷിനോജും ആ വിഷയത്തിൽ അത്രയ്ക്ക് അധികം ഇടപെട്ടു എന്ന് മനസ്സിലാക്കുന്നു. സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ താഹിറ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ താഹിറ, ആദ്യമേ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ മലയാളികളുടെ എന്നുള്ളതല്ല, മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടുക, അവർക്ക് ആശ്വാസമാവുക, അവർക്ക് തണലൊരുക്കുക, അവരെ തിരിച്ച് പിടിച്ച് കരകയറ്റുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. അത് സാധിക്കുന്നതിന് ഒരുപാട് നന്ദി ആദ്യമേ അറിയിക്കുന്നു. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് നമുക്കൊരു ഹോപ്പ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലായി. ഞങ്ങൾക്കും അത്
അതിലൊരു ഭാഗമാകാൻ സാധിച്ചു, അവരെ സഹായിക്കുന്നത്, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്, എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിച്ചു, തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ അവരെ എങ്ങനെ കെയർ ചെയ്യാമെന്നാണ് കരുതുന്നത്? ആദ്യമേ എല്ലാവരോടും നന്ദി. കാരണം മീഡിയ വണ്ണിന്റെ ന്യൂസ് കണ്ടിട്ടാണ് എന്നെ ആദ്യമായിട്ടല്ല രണ്ടാമത് ഈ കുട്ടിയുടെ സിസ്റ്റർ എന്നെ വിളിക്കുന്നത്. ആദ്യം ഈ കുട്ടി എന്നെ ബന്ധപ്പെടുന്നത് ഓഗസ്റ്റ് 23 എനിക്ക് അലൈനിലെ ഒരു പാർക്കിൽ നിന്ന് ഇവരെ കിട്ടുന്നത്. ആ ചുറ്റുഭാഗത്തുള്ള ആൺകുട്ടികളും അതുപോലെ കടയിലൊക്കെ വർക്ക് ചെയ്യുന്ന പയ്യന്മാരാണ് അന്ന് ഇവർ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് എന്നെ വിവരം അറിയിക്കുന്നത്. എന്റെ വർക്ക് പ്ലേസ് ദുബായിലല്ല, അലൈനിലാണ്. സോ ഒരു 140ഓളം കിലോമീറ്റർ അപ്പുറത്താണ് ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ആ സമയത്ത് ഈ കുട്ടിയെ എനിക്ക് കിട്ടുമ്പോ എനിക്കറിയാം അവൾ ഒരിക്കലും മെന്റലി സ്റ്റേബിൾ അല്ലായിരുന്നു. അതിന്റെ അന്ന് ആ സമയത്ത് കുട്ടി പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊന്നും നമുക്ക് ഒഫീഷ്യലി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസിനെ കൈമാറിയെങ്കിലും അവിടുന്ന് വിസ ഓവർ സ്റ്റേയുടെ ഫീസ് എല്ലാം അടച്ച് സുഹൃത്ത് വഴി പുറത്തിറങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ആ കുട്ടിയുടെ നമ്പറോ ആ സമയത്ത് ഒന്നും, കാരണം ഷി വാസ് ടോട്ടലി ബ്ലാങ്ക്. നമ്മൾക്ക് പേര് പോലും വന്ന് അവൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. സംഭവിച്ചു? ജോലിയിലുള്ള പ്രശ്നമായിരുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് അവര് 2-3 വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്കിപ്പോ അവരെടുത്തുന്ന ബീങ് എ മെഡിക്കൽ പ്രൊഫഷൻ ഒരിക്കലും ആ ഒരു പ്രൊഫഷണലായ എനിക്ക് ഒട്ടും മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒഫീഷ്യലി എവിടെയും രേഖപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലോട്ടേക്ക് പോയി എന്നുള്ളത് എനിക്കിപ്പോ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് പറയാനും ആഗ്രഹിക്കുന്നില്ല. സോറി ഫോർ ദാറ്റ്. കാരണം നമുക്കത് മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്പോ അത്തരത്തിൽ ആ കുട്ടിയെ വീണ്ടും അജ്മാനിൽ വെച്ച് അജ്മാൻ പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടി ഉണ്ട് എന്നുള്ള മീഡിയ വൺ വാർത്ത കണ്ടപ്പോ അജ്മാനിലെ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ പ്രസിഡന്റിനെ എനിക്കറിയാം. ഇതുപോലെ മുന്നൊരു സാഹചര്യത്തിൽ ഞാൻ പരിചയപ്പെട്ടതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്റെ അടുത്ത് അവര് പോലീസ് സ്റ്റേഷനിലുണ്ട്, പക്ഷെ ഈ കുട്ടിക്കെതിരെ യാതൊരു കേസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അജ്മാൻ പോലീസ് സ്റ്റേഷനിൽ അവർക്ക് കുട്ടിയെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് അവര് എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഇതില് ഇപ്പോ ഞാൻ അറിഞ്ഞത് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റുകളും പലതരത്തിലും ഞങ്ങളാണ് എന്നുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ എനിക്ക് സ്വാഭാവികമാണ്. അതെ, പക്ഷെ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്റർനാഷണൽ യൂത്ത് കോൺഗ്രസിന്റെ മെഡിക്കൽ വിംഗ് ഇൻചാർജ് ആണ്. അജ്മാനിൽ നിന്ന് രക്ഷിച്ചയാള് പിന്നെ ഒരു ഇടത് ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് കോൺസുലേറ്റിന്റെ സഹായം ചോദിച്ചു വന്നയാള് ഒരു BJP-കാരനാണ്. അപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഒരിക്കലും ഒരു പൊളിറ്റിക്സ് കലർത്താൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് പ്രവാസികൾക്കിടയിൽ പൊതുവെ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും ആരും ഇതിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ അതിലേക്ക് അത് കലർത്തേണ്ട കാര്യമില്ല. കാരണം എല്ലാവരുടെയും എഫോർട്ടിന്റെ ഭാഗമായിട്ടാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് ആദ്യമേ ക്ലാരിഫൈ ചെയ്യാണ്. കാരണം നാളെ അത് ആരും ക്ലെയിം ചെയ്യാൻ പാടില്ല, ഞങ്ങളായിരുന്നു എന്ന് പറയാൻ പാടില്ല. ഇതിൽ സന്നദ്ധ പ്രവർത്തകർ എന്ന് നിങ്ങൾ പറഞ്ഞ എല്ലാവരും നല്ല മനുഷ്യരായതുകൊണ്ടാണ് ഇന്ന് ആ കുട്ടി ഇന്ത്യൻ കോൺസുലേറ്റിന്റെ എല്ലാവിധ സപ്പോർട്ടോട് കൂടിയിട്ടും നാട്ടിലോട്ടേക്ക് തിരിച്ചെത്തിയത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പീസ് വാലി എന്ന് പറയും, കൊച്ചിയിലുള്ള പീസ് വാലി എന്ന് പറയുന്ന ഒരു റിഹാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവര് എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഈ കുട്ടിയുടെ ബാക്കിയുള്ള ഫർദർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് സൗജന്യമാക്കി തരാമെന്നും അവര് ഇന്ന് വണ്ടി അയച്ചു. ഈ കുട്ടിയെ ഞാൻ ഒഫീഷ്യലി തന്നെ ആ കുട്ടിയുടെ അമ്മയുടെയും സിസ്റ്ററിന്റെയും കൂടെയാണ് എയർപോർട്ടിൽ റിസീവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ത്യൻ കോൺസുലേറ്റിലോട്ടേക്ക് മെയിൽ അയച്ച സമയത്ത് കോൺസുലേറ്റിൽ നിന്നും ഓഫീസർ വന്ന് അജ്മാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഷെൽട്ടറിൽ താമസിപ്പിച്ചു. അവിടെ നിന്നാണ് അവർക്ക് ഈ കുട്ടിയുടെ സൈക്കാട്രിക് ആയിട്ടുള്ള അസുഖങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാവുകയും ദുബായിലെ ഗവൺമെന്റ് റാഷിദിയ ഹോസ്പിറ്റലിലെ സൈക്കാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുത്തെ കേസ് മാനേജർ എന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു കുട്ടിയുടെ ഇംപ്രൂവ്മെന്റ്സ്. പിന്നീട് ആ കുട്ടിയെ ഞാൻ പോയി കണ്ടു. അതിന്
അന്ന് എനിക്ക് കിട്ടിയ 2 മാസം മുന്നേ എനിക്ക് കിട്ടിയ കുട്ടി അല്ലായിരുന്നു. പിന്നീട് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന്റെ ശേഷം ആ കുട്ടി എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം അത് ഞാൻ പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല. അതാണ് എനിക്കൊരു പോസിറ്റിവിറ്റി തോന്നിയത്. ഇനി ഈ കുട്ടിയെ നമുക്ക് ആ കുട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ അടുത്തോട്ടേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളത്. സോ അവിടുന്ന് വീഡിയോ കോൾ ചെയ്യുന്നു, അമ്മയെ തിരിച്ചറിയുന്നു, മകളെ തിരിച്ചറിയുന്നു, സിസ്റ്ററിനെ തിരിച്ചറിയുന്നു. അതെല്ലാം 2 ദിവസത്തിന് മുന്നാണ് സംഭവിച്ചത്. സോ ഞാൻ തന്നെയാണ് ഒഫീഷ്യലി ഇന്ത്യൻ കോൺസുലേറ്റിൽ പറഞ്ഞത് ഇനി നമുക്ക് ഒരു എസ്കോർട്ട് ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ നാട്ടിലോട്ടേക്ക് അയക്കാം എന്നുള്ളത്. അൽഹംദുലില്ലാ ഇന്നത് സാധ്യമായി. ആ കുട്ടി കൊച്ചിയിലെത്തി. ഞാനിപ്പോ കുറച്ച് മുന്നേ ഒരു മണിക്കൂർ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റിൽ ഇപ്പോഴും ദുബായിൽ തന്നെയാണ്. വളരെ സന്തോഷം ഡോക്ടർ താഹിറ. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സ് നിറയുന്നു. വളരെ സന്തോഷം, ആശ്വാസവും ഒക്കെ തോന്നുന്നു. കാരണം പറയുന്നതിനോടൊപ്പം എനിക്കൊക്കെ ഇപ്പോഴും തോന്നുന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, ഇനിയും നമ്മൾക്കിടയിൽ നിന്ന് ഒരു പെൺകുട്ടിക്കും ഇത്തരം ചതികൾ പറ്റാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ എത്ര വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, തുടർക്കഥകൾ ആവുകയാണ് ഇത്തരത്തിലുള്ള പല ഇൻസിഡൻസും. ഞാൻ അത് നമുക്കുള്ള ഒരു ആശ്വാസം, നിങ്ങളെ പോലെ കുറച്ച് ആളുകൾ സന്നദ്ധ പ്രവർത്തകരുണ്ട് എന്നൊരു ആശ്വാസം കൂടി ഇങ്ങനത്തെയുള്ള സംഭവങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും പറയാനുള്ളത്, പെൺകുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ വെരി ബേസിക് ആയിട്ട്, കാരണം ഇന്ന് എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. നിങ്ങൾ ഒരു ജോലി അന്വേഷിച്ച് വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എയർപോർട്ടിൽ നിന്നും നിങ്ങളുടെ പാസ്പോർട്ട് വെച്ച് നിങ്ങൾ ഒരു സിം കാർഡ് വെരി ബേസിക് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കണം. അതിനോടൊപ്പം പല ഘടകങ്ങളുമുണ്ട്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതുണ്ട്. മാത്രമല്ല അറിയാലോ, നമുക്ക് ഇവിടെയുള്ള നമുക്ക് ജോലി എത്രത്തോളം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇവിടുത്തെ തൊഴിലില്ലായ്മ അത് രൂക്ഷമായിരിക്കുന്ന ഒരു സമയത്താണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത്. അപ്പം അവര് എങ്ങനെയെങ്കിലും ഒരു ജോലി തേടി പിടിക്കുക എന്നുള്ള അവസ്ഥയിലായിരിക്കും മനുഷ്യരുണ്ടാവുക. ഇവിടെ പെൺകുട്ടികൾ വന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു ഫാക്ടറാണ്. കാരണം ഇത് ഒരു കുട്ടി മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഇപ്പൊ എനിക്ക് പോലും അറിയാം ഞാൻ എത്രമാത്രം ഇൻസെക്യൂർ ആവും നാളെ ഇത് എത്രമാത്രം ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ. കാരണം ഇന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ്. കാരണം എന്നെ നശിപ്പിച്ചതും ഒരു പെണ്ണാണ്. ഇന്ന് എന്നെ ഈ അഴുക്കായിട്ടോ അല്ലെങ്കിൽ എന്റെ മനസ്സിനൊരു അഴുക്കുമില്ല, പക്ഷെ എന്നെ ഇത്രമാത്രം സങ്കടപ്പെടുത്തി എന്റെ മനസ്സിനെ ഇത്രമാത്രം അസ്വസ്ഥമാക്കിയിട്ട് തിരിച്ചെന്നെ അയക്കാൻ സഹായിച്ചതും ഒരു പെണ്ണാണെന്നുള്ളൊരു വാക്കുണ്ട്. ശരിക്കും നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്ന പെൺകുട്ടി ചതിക്കപ്പെട്ടതും ഒരു പെൺകുട്ടിയാലാണ്. ഒരു പെണ്ണിനാണ്. ഡോക്ടർ താഹിറ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ അവസ്ഥയിൽ നിന്നാണ് അവർ അതിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വിദേശത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ആയിട്ട് നമ്മൾ ആളുകളെ ട്രസ്റ്റ് ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഇത് ബിൽഡ് ചെയ്യാം ലൈഫ് എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടുന്നത്. അത് അതിനേക്കാൾ ദുരിതമാവും. പക്ഷേ താങ്ക് യു സോ മച്ച്. വീണ്ടും പറയുന്നു ഡോക്ടർ താഹിറ, ഇത്തരം കാര്യങ്ങളില്ലെങ്കിൽ താങ്കളെ പോലെയുള്ള ആളുകൾ അവിടെ ഉള്ളത് വലിയ ആശ്വാസമാണ്. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവരെ പുതിയ ജീവിതത്തിലേക്ക്, ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ നിന്ന് അവർക്കൊരു രക്ഷ ആകാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്കും സന്തോഷം. താങ്ക് യു സോ മച്ച് ഡോക്ടർ താഹിറ. മാത്രവുമല്ല, ഇതിൽ ഇടപെട്ടിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്ന പല രീതിയിൽ പല ശ്രമങ്ങൾ നടത്തിയിരിക്കുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും മീഡിയ വണ്ണിന്റെ പേരിലും നന്ദി പറയുകയാണ്. കാരണം നമുക്കും ആ കാര്യം ലോകത്തെ അറിയിച്ച് അവർക്കൊരു അവരുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം കാണിക്കാൻ സാധിച്ചു എന്നതിൽ ഞങ്ങളും സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഷിനോ ഷംസുദ്ദീൻ അതിന്റെ പുറകെ തന്നെ നടന്നു ഒരുപാട് ദിവസം എന്ന് മനസ്സിലാക്കുന്നു. യെസ്, മറ്റു വാർത്തകളിലേക്ക് പോകാം. സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് സീസണുകൾക്ക് തുടക്കമാവുകയാണ്. ഈ മാസം 23-ന് ജിദ്ദയിലും 30-ന് റിയാദിലും സൂപ്പർ കപ്പ് ഫുട്ബോളിന് കിക്ക് ഓഫ് ആണ്. മത്സരത്തിലെ വിജയികൾക്കുള്ള ട്രോഫിയുടെ ലോഞ്ചിങ്ങും ഫിക്സ്ചർ റിലീസും ഇന്ന് റിയാദിൽ പുരോഗമിക്കുകയാണ്. ജിദ്ദയിൽ ആദ്യമായി എത്തുന്ന സൂപ്പർ കപ്പിന്റെ ലോഞ്ചിങ് നാളെയാണ് നടക്കുക. റിയാദിൽ നിന്ന് വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, മലയാളി ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ടവേദിയാണ് മീഡിയ വണ്ണിന്റെ ഈ സൂപ്പർ കപ്പ്. ഈ വർഷത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? എന്നൊക്കെയാണ് മത്സരങ്ങൾ നടക്കുന്നത്?
ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദി അറേബ്യയിൽ മീഡിയ വണിന്റെ സൂപ്പർ കപ്പിന് ഓരോ ഭാഗങ്ങളായി തുടക്കമാവുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ മാസം 23-നും 24-നും ജിദ്ദയിലാണ് സൂപ്പർ കപ്പിന് തുടക്കമാകുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഈ മാസം 30-ന് റിയാദിലും കിക്ക് ഓഫ് ഉണ്ടാകും. ഈ തരത്തിൽ സൗദിയിൽ തണുപ്പ് കാലത്തിന്റെ തുടക്കമാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്തമായ ഭാഗങ്ങളിൽ വിവിധ മലയാളി സമൂഹങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമാകുന്നത്. ഏതായിരുന്നാലും വരും ദിനങ്ങൾ സൗദിയുടെ ഓരോ ഭാഗങ്ങളിലും ഫുട്ബോൾ കളങ്ങൾ സജീവമാകും. അതോടൊപ്പം തന്നെ മീഡിയ വൺ ഒരുക്കുന്ന സൂപ്പർ കപ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ്. സൂപ്പർ ടീമുകൾ, പ്രത്യേകിച്ച് 8 ടീമുകളാണ് രണ്ടിടങ്ങളിലും പങ്കെടുക്കുന്നത്. റിയാദിൽ 11s ആണെങ്കിൽ ജിദ്ദയിൽ അത് 7s ആണ്. ഈ തരത്തിൽ വിവിധ മലയാളി സമൂഹങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ളതാണ് മീഡിയ വണിന്റെ സൂപ്പർ കപ്പ്. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. റിയാദിലും ജിദ്ദയിലും അതിമനോഹരമായ വിശാലമായ സ്റ്റേഡിയങ്ങളാണ് ഇതിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. ധന്യ. ശരി, അഫ്തബ, 2026 ലോകകപ്പിന് യോഗ്യത നേടിയതോടെ ഫിഫ റാങ്കിങ്ങിൽ സൗദിക്ക് മുന്നേറ്റം. 58-ാം സ്ഥാനത്താണ് ടീം നേടിയത്. നേരത്തെ 59-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. 7ാമത്തെ തവണയാണ് സൗദി ഫിഫ ലോകകപ്പിലെത്തുന്നത്. ഇറാഖിനെതിരെ ഗോൾ രഹിത സമനില നേടിയതോടെയാണ് 2026 ലോകകപ്പിലേക്ക് ടീം യോഗ്യത നേടിയിരിക്കുന്നത്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ നിന്നുള്ള 10ാമത്തെ ടീമായാണ് സൗദി യോഗ്യത നേടിയിരിക്കുന്നത്. സൗദിയിലെ അസീർ മേഖലയിൽ 3 പുതിയ റോഡുകൾ തുറന്നിട്ടുണ്ട്. ഇതോടെ റിയാദിലേക്കും തിരിച്ചുമുള്ള യാത്ര കുറച്ചുകൂടി എളുപ്പമാകുമെന്നാണ് അറിയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയായിരുന്നു മലയാര മേഖലയിലെ റോഡ് നിർമ്മാണം. സൗദിയിലെ അസീർ പ്രവിശ്യയിൽ 3 സുപ്രധാന റോഡുകളാണ് ഗതാഗതത്തിനായി തുറന്നത്. കിങ് ഖാലിദ് എയർപോർട്ടിനെയും അബഹ റോഡിലെ ഇന്റർസെക്ഷനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 7 കിലോമീറ്റർ നീളമുള്ള ഈ റോഡിൽ ഇരുദിശകളിലേക്കും 3 ലെയിനുകൾ വീതമുണ്ട്. റോഡിൽ ഓവർപാസും 8 പ്രവേശന കവാടങ്ങളും 8 എക്സിറ്റുകളുമുണ്ട്. അബഹ, കമീസ് മുഷേത്ത്, അഹദ് റഫീദ ഗവർണറേറ്റുകളുമായി ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ബീഷയെയും കമീസ് മുഷേത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന്റെ 5ാം ഘട്ടമാണ് ഇന്ന് പൂർത്തിയാക്കിയ 2ാമത്തെ പദ്ധതി. 29 കിലോമീറ്റർ നീളമുള്ള ഈ ഭാഗം പൂർത്തിയായതോടെ 144 കിലോമീറ്ററിൽ 129 കിലോമീറ്റർ റോഡും ഇപ്പോൾ ഗതാഗതത്തിന് സജ്ജമായി. ബീഷ ബൽക്കർനൻ റോഡ് പൂർത്തിയാക്കിയതാണ് 3ാമത്തെ പദ്ധതി. 8 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് പൂർത്തിയായതോടെ ആകെ 78 കിലോമീറ്ററിൽ 64 കിലോമീറ്ററും ഗതാഗതത്തിനായി തുറന്നു. ബൽക്കർനൻ ഗവർണറേറ്റിനെ ബീഷ, അൽറൈൻ, റിയാദ് റോഡുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ പാത നിർണായകമാകും. മീഡിയ വൺ, അബഹ. ഗൾഫ് വിപണികളിൽ കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മുന്നിലെത്തി. 2025-ലെ ആദ്യ 9 മാസങ്ങളിൽ ഏറ്റവും ഉയർന്ന നേട്ടം കൈവരിച്ചാണ് ഗൾഫ് മേഖലയിൽ കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുന്നിലെത്തിയത്. അൽഷാൽ കൺസൾട്ടിംഗ് കമ്പനി പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം സ്റ്റോക്ക് എക്സ്ചേഞ്ച് കുവൈറ്റ് സൂചികയിൽ 19.5% വളർച്ച രേഖപ്പെടുത്തി. മസ്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് 204.8% വർധനവോടെ രണ്ടാമതെത്തി. അതേസമയം സൗദി വിപണിയിൽ 31% ഇടിവും ഖത്തർ വിപണിയിൽ 2.5% കുറവും രേഖപ്പെടുത്തി. ഒമാന്റെ ആരോഗ്യ സംവിധാനങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടനാ പ്രതിനിധി. ഫലപ്രദമായ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിൽ മുൻനിരയിലാണ് ഒമാനെന്ന് സുൽത്താനേറ്റിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി ഡോക്ടർ ജോൺ ജബൂർ പറഞ്ഞു. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള തയ്യാറെടുപ്പ്, ഡിജിറ്റൽ പരിവർത്തനം തുടങ്ങിയവയിൽ തന്ത്രപരമായ പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ ഒമാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സ്വിസ് ഗവൺമെന്റുമായി സഹകരിച്ച് നടപ്പാക്കിയ ഹെൽത്ത് ഫോർ പീസ് പദ്ധതി സുൽത്താനേറ്റിനെ ആരോഗ്യ സംരംഭങ്ങളുടെ നാടാക്കി മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി സൗദിയിൽ മരിച്ചു. നസീമ അബ്ദുസമദാണ് മരിച്ചത്. സന്ദർശക വിസയിലെത്തിയതായിരുന്നു. അസുഖബാധിതയായ നസീമയെ ജുബൈലിലും പിന്നീട് ദമാമിലുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അറേബ്യൻ വിഭവങ്ങളെ എല്ലാ കാലത്തും ഇരുകൈയും നീട്ടി സ്വീകരിച്ചവരാണ് മലയാളികൾ. കുഴിമന്തിയും ഷവർമയും ഷവായയും എല്ലാം അക്കൂട്ടത്തിൽപ്പെടും. ആ പട്ടികയിലെ പുതിയ വിഭവമാണ് പ്രത്യേകതരം കുക്കറിൽ തയ്യാറാക്കുന്ന പ്രവാസികളുടെ ഇഷ്ടവിഭവമായ മദ്ഹൂത്ത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് മലപ്പുറം മഞ്ചേരി മഞ്ഞപ്പറ്റയിലെ കോയാക്കാന്റെ സ്പെഷ്യൽ മദ്ഹൂത്ത്. മദ്ഹൂത്തിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആൾ കൂടിയായിരുന്നു പ്രവാസിയായിരുന്ന കോയക്ക. 25 കൊല്ലം ജിദ്ദയിൽ പ്രവാസിയായിരുന്നു കോയക്ക. കൊറോണ കാലത്ത് ജോലി നഷ്ടമായി നാട്ടിലെത്തി. കുറെ കാലം എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന സമയം ഓട്ടോ ഓടിച്ച് ഉപജീവനമാർഗം കണ്ടെത്തി. മറ്റു പല ജോലികളും നോക്കി. ഒടുവിലാണ് പ്രവാസി കാലത്തെ അനുഭവങ്ങളുമായി വീടിന് സമീപം തന്നെ
റൈഹാൻ മദ്ഹൂത്ത് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയത്. വർഷക്കാലം സൗദി അറേബ്യയിൽ മത്താബഹ് മത്തം റെയ്താനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിൽ പാത്രം കഴുകിയാണ്ടാണ് ഈ നിലയിലെത്തിയത്. ആ സ്ഥാപനത്തിലെ ഡോക്ടർ മൻസൂർ സൊലമിയുടെ കീഴിൽ 25 വർഷക്കാലം ജോലി ചെയ്ത ആ പരിചയ സമ്പത്തുമായാണ് എൻ്റെ നാടായ മഞ്ചേരിക്കടുത്ത എളങ്കൂർ മഞ്ഞപ്പറ്റയിൽ ഈ സ്ഥാപനം തുടങ്ങുകയും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ജില്ലകളിൽ നിന്നും കസ്റ്റമർ ഭക്ഷണം കഴിച്ചു വന്ന് വീണ്ടും കഴിച്ചവർ തന്നെ വീണ്ടും വന്ന് ഭക്ഷണം കഴിക്കുന്നു. ഏറ്റവും വൃത്തിയോടുകൂടിയും തനത് അറേബ്യൻ രുചിയോടുകൂടിയുമാണ് കോയക്ക മദ്ഹൂത്ത് തയ്യാറാക്കുന്നത്. സൗദി അറേബ്യയിൽ എങ്ങനെയാണോ ഈ ഭക്ഷണം പാകം ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഭക്ഷണം ഞാൻ പാകം ചെയ്യുന്നത്. കാരണം ഇതിൽ വേറെ മലയാളി ടച്ചില്ല. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കോയക്കന്റെ മദ്ഹൂത്ത്. കേട്ടറിഞ്ഞും മറ്റുമായി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി നിരവധി പേരാണ് മദ്ഹൂത്ത് കഴിക്കാനായി ഇവിടെ എത്തുന്നത്. ഭക്ഷണം കഴിക്കാനെത്തുന്നവർ ചെരുപ്പ് അഴിച്ചു വെച്ച് കയറുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. കണ്ടു വന്നതാണ്. ഞാൻ അറിയില്ല, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും പാസ് ചെയ്യുമ്പോൾ കാണാം, പക്ഷെ കയറാൻ പറ്റാറില്ല. പക്ഷെ ഇന്ന് വണ്ടൂർ ഇവിടെ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ അങ്ങനെ കയറി. അടിപൊളി. ഞാൻ മഞ്ചേരിന്ന് ഫുഡ് കഴിക്കാതെ ഇവിടെ നിന്ന് കഴിക്കാതെ വെച്ചിട്ട് വന്നതാണ്. മദ്ഹൂത്ത് കിട്ടണതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റി ആയിട്ട് ഇവിടെ തന്നെ വരണം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പം ഏറ്റവും ടേസ്റ്റി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ, ഒതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. പ്രത്യേകതരം കുക്കറിൽ ആവശ്യപ്രകാരം മാത്രം തയ്യാറാക്കുന്ന മദ്ഹൂത്ത് ചൂടോടെ കഴിക്കണം. അതിനാൽ കഴിക്കാനെത്തുന്നവർ 1 മണിക്കൂർ മുൻപെങ്കിലും വിളിച്ചു പറയണം. മദ്ഹൂത്ത് എന്ന വിഭവം കേരളത്തിന് അത്ര സുപരിചിതമല്ലാത്ത സമയത്താണ് തന്റെ ഗുരു നൽകിയ ആത്മവിശ്വാസം കൈമുതലാക്കി കോയക്ക മദ്ഹൂത്ത് തയ്യാറാക്കിയത്. എൻ്റെ ഗുരു തുല്യനായി ഞാൻ സ്നേഹിച്ചിരുന്ന ഡോക്ടർ മൻസൂർ സൊലമി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് പഠിപ്പിച്ചു തന്നത്, അതായത് നമുക്കൊരു മുന്നിൽ കാണുന്നതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട് എങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഡോക്ടർ മൻസൂർ സൊലമി. കൊറോണ കാലത്ത് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ പലരും തുടങ്ങിയ സംരംഭങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും തന്റെ തനത് രുചി കൊണ്ടാണ് കോയക്ക വിജയിച്ചു മുന്നേറിയത്. സൗദിയിൽ ഒരുക്കുന്ന സംഗീത മഹാവിരുന്നായ ലയാലി റിയാദ് മെഗാ ഇവന്റിന്റെ ലോഗോ പ്രകാശനവും ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി. പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷന്റെ കീഴിൽ നവംബർ 21-നാണ് മെഗാ ഇവന്റ്. റിയാദിലെ തുമാമ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ തീം പാർക്കാണ് വേദി. റിയാദിലെ തുമാമ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സാഹൽ ലാൻഡ് വാട്ടർ തീം പാർക്കിലാണ് പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ഈ സംഗീത മഹാമേള. പരിപാടിയുടെ സ്പോൺസർ അൽബക്കിന്റെ മാർക്കറ്റിംഗ് മാനേജർ മൻസൂർ അൽ ഒത്തൈബി ലോഗോ പ്രകാശനം നിർവഹിച്ചു. മാക്കാൻസെ വേദിയിൽ വെച്ച് കലാവിരുന്നിനിടെയായിരുന്നു പ്രഖ്യാപനം. ലയാലി റിയാദിന്റെ പ്രഖ്യാപനം അസോസിയേഷൻ പ്രസിഡന്റ് ഷഫീർ പത്തിരിപ്പാല നടത്തി. ലയാലി റിയാദ് എന്ന നാമനിർദ്ദേശം ചെയ്ത ഈ ഒരു പ്രോഗ്രാം ഏകദേശം ഒരു 8000+ ആൾക്കാരിനെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വലിയൊരു മെഗാ ഷോ തന്നെയായിരിക്കും. അപ്പോൾ ഒരു ദൃശ്യ വിസ്മയം തന്നെയായിരിക്കും ഈ ഒരു ഷോ. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ അനുമതിയോടെയാണ് പരിപാടി. ഇതിലേറ്റവും സർപ്രൈസ് ആയത് ഹനാൻ ഷാ ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ വരുന്നു. അത് മാത്രമല്ല, ഏകദേശം 16 ആളുകളാണ് ലൈവ് ഓർക്കസ്ട്ര ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇത് ഞങ്ങൾ റിയാദ് കണ്ടതിൽ ഏറ്റവും വലിയ പരിപാടിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലൈസൻസ് അടക്കമുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാണ്. ഹനാൻ ഷാ ഉൾപ്പെടെ നിരവധി കലാകാരന്മാർ ലൈവ് ഓർക്കസ്ട്രയോടെ ഷോയിലെത്തും. ആർടെക്സ് ഇവന്റ് ആൻഡ് എക്സിബിഷൻ കമ്പനിയുമായി സഹകരിച്ചാണ് പരിപാടി. നവംബർ 21-ന് അൽ സഹൽ വാട്ടർ തീം പാർക്കിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിക്ക് 14ഓളം ആർട്ടിസ്റ്റുകൾ വിത്ത് ലൈവ് ഓർക്കസ്ട്ര, ഇതുവരെ സൗദി അറേബ്യയിൽ വരാത്ത പുതുമുഖങ്ങളായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ മുൻനിർത്തിയുള്ള ഒരു പരിപാടിയാണ് പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ കൊണ്ടുവരുന്നത്.
ഞങ്ങൾക്ക് കൊളാബറേഷൻ ഉള്ളത് ഒരു മീഡിയ പാർട്ട്ണറായിട്ട് നിങ്ങളെ മീഡിയ വൺ എന്ന സ്ഥാപനവുമായിട്ടാണ് നമുക്ക് കൊളാബറേഷൻ ഉള്ളത്. മുസ്തഫ എടത്തിനാട്ടുകര, ശ്യാം സുന്ദർ, ഷെഫീഖ് പാറയിൽ, ഷിഹാബ് കരിമ്പാറ, മുഹമ്മദ് ത്വാഹ എന്നിവർ സംസാരിച്ചു. മീഡിയ വൺ, റിയാദ്. ദമാം മലബാർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിച്ചുവന്ന PM നജീബ് മെമ്മോറിയൽ ചലഞ്ചേഴ്സ് കപ്പ് ടൂർണമെന്റ് സമാപിച്ചു. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച് നടത്തിയ ടൂർണമെന്റിൽ 19 ടീമുകൾ പങ്കെടുത്തു. മലബാർ യുണൈറ്റഡ് FC സംഘടിപ്പിക്കുന്ന PM നജീബ് മെമ്മോറിയൽ MEFC ചലഞ്ചേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ സമാപനം. വാശിയേറിയ കലാശപ്പോരാട്ടത്തിൽ RCFC ജുബൈലിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി ദമാം ബദർ FC ജേതാക്കളായി. ടൂർണമെന്റിലെ മികച്ച പ്ലെയറായി RCFCയുടെ അനന്ത് മുരളിയെയും, ബെസ്റ്റ് ഗോൾ കീപ്പറായി ബദർ FCയുടെ സാദിഖിനെയും, ബെസ്റ്റ് ഡിഫൻഡറായി മുഹമ്മദ് ഷിബിലിയെയും, ടോപ്പ് സ്കോററായി ഹസനെയും തിരഞ്ഞെടുത്തു. വിജയികൾക്ക് ട്രോഫിയും പ്രൈസ് മണിയും സമ്മാനിച്ചു. ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2027 ഫെബ്രുവരി വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റുകളാണ് ദമാമിലെ വിവിധ മൈതാനങ്ങളിലായിട്ട് നടക്കാൻ പോകുന്നത്. ഡിഫക്ക് കീഴിലുള്ള 19 ടീമുകൾ ടൂർണമെന്റിന്റെ ഭാഗമായി. ഡിഫ പ്രസിഡന്റ് ഷമീർ കൊടിയത്തൂർ, കായിക ബിസിനസ് രംഗത്തുള്ളവർ എന്നിവർ സംബന്ധിച്ചു. നൌഷാദ് മാവൂർ, ഷനൂബ്, സഹൽ, ആസിഫ് കൊണ്ടോട്ടി, അഫ്താബ്, അഷ്റഫ് KF UPM എന്നിവർ നേതൃത്വം നൽകി. മീഡിയ വൺ, ദമ്മാം. ഹജ്ജ് കോൺസൽ മുഹമ്മദ് അബ്ദുൽ ജലീലിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം യാത്രയയപ്പ് നൽകി. മലയാളി കൂടിയായ കോൺസൽ 3 വർഷത്തെ ഔദ്യോഗിക ചുമതലയ്ക്ക് ശേഷമാണ് ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. കോഫി വിത്ത് കോൺസൽ എന്ന പരിപാടിയിൽ സർവീസിലെയും പഠനകാലത്തെയും അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ ഉപഹാരം പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി കൈമാറി. ബിജു രാമന്തളി, PK സിറാജ് എന്നിവർ നേതൃത്വം നൽകി. വാങ്ങിക്കൂട്ടിയ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ബോധപൂർവം ചില രാജാക്കന്മാർ സൃഷ്ടിച്ചതാണ് നമ്മൾ കണ്ട യുദ്ധമെന്ന് ബോബി ചെമ്മണ്ണൂർ. ഇപ്പോഴത്തെ കുതിപ്പിന് ശേഷം ഇനി 25% സ്വർണത്തിന് വില കുറയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മീഡിയ വണ്ണോട് പറഞ്ഞു. സകല റെക്കോർഡുകളും കടന്ന് സ്വർണ്ണവില കുതിക്കുകയാണ്. പവന് 1 ലക്ഷവും കടന്നേക്കാമെന്നാണ് പ്രവചനം പറയുന്നത്. നമ്മോടൊപ്പം സ്വർണ്ണ വിപണന രംഗത്തെ അധികായനായ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ചേരുകയാണ്. നേരത്തെ ഇങ്ങനെ സ്വർണത്തിൻ്റെ വില കടക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്ന ഒരാളാണ്. ഇപ്പം എന്തു പറയാനുണ്ട് 1 ലക്ഷത്തിൽ എത്തി നിൽക്കുമ്പോൾ? അയ്യോ, അങ്ങനെ പ്രവചിക്കാൻ ആളൊന്നുമല്ല. എന്നാലും എനിക്ക് വേണമെങ്കിൽ കുറേ വർഷം മുമ്പ് ഞാൻ കോഴിക്കോട് വെച്ചിട്ടാണ്, അന്ന് പവന് 12,000 രൂപയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് 50,000 എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സ്വർണത്തിന് ഇങ്ങനത്തെ ട്രെൻഡൊന്നുമില്ല, ഡിമാൻഡൊന്നുമില്ല. അപ്പം അങ്ങനെ ഒന്നുമല്ലാത്തൊരു സമയത്ത് 50,000 എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. കാരണം ഇപ്പം എല്ലാവർക്കും പറയാൻ കൂടുതലാണ് എന്ന യുദ്ധം അത് ഇതൊക്കെ. പക്ഷേ അത് വിതിൻ നോ ടൈം എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ടൊരു വർഷത്തിനുള്ളിൽ നേരെ ഡബിളായി. 12 എന്നുള്ള 25, വീണ്ടും നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും അത് 50 കുതിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞത് ഈ 50 എന്നുള്ളത് 1 ലക്ഷമാവും. മീഡിയയിലൊക്കെ ഒരുപാട് വന്നിരുന്നു, വൈറലായിട്ടൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടിട്ട് പഴയ പോലെ പ്രവചിക്കാനുള്ള ഒരു ഗട്സ് കിട്ടുന്നില്ല. എവിടേക്കാണ് ഈ പോക്ക്? അങ്ങനെയാണെങ്കിൽ മറ്റേത് നമുക്ക് ഡോളർ കറൻസിയുടെ വേരിയേഷൻ വരുമ്പോൾ ഓയില് ലാൻഡൊക്കെ ബാലൻസ് ചെയ്തിട്ട് ഒരു ആവറേജ് ഒരു സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. ഇപ്പോഴത്തെ ഗെയിം ഒക്കെ എന്താന്ന് പറഞ്ഞാൽ അറിയില്ല, ഇതൊന്നായിട്ട് ഫുള്ള് കണക്റ്റഡ് അല്ല, ഒരു ബാലൻസ്ഡ് അല്ല. ഇപ്പോൾ എന്താ പറയുക, രാജ്യങ്ങളിതൊന്നും പറയാതെ വലിയ രാജാക്കന്മാർ, വലിയ രാജ്യത്തിൻ്റെ ആൾക്കാരൊക്കെ അധിപന്മാർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഒരു 10,000 കിലോ സ്വർണം സ്റ്റോക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ബിനാമി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അത് 1 മാസത്തിനുള്ളിൽ ഇത്ര ഇരട്ടിയാക്കണം എന്ന് വിചാരിച്ചിട്ട് അന്നാ ഒരു ബോംബ് അങ്ങോട്ട് ഇടുക. ചറ പറന്ന് കുറച്ച് ബോംബിട്ടു. അപ്പോൾ പെട്ടെന്ന് സ്വർണ്ണ വില കൂടി. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ
എന്നാൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് യുദ്ധമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. എക്സാക്ട്ലി ഇങ്ങനെയാണെന്നല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ രാജ്യങ്ങൾ അത് ഇതൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പുതിയ പുതിയ ഗെയിമുകളും ബിസിനസ്സുകളും മോഡലുകളൊക്കെയാണ് ലോകത്ത് ഓരോ കാലഘട്ടത്തിൻ്റെയാണ്. അപ്പോൾ യുദ്ധഭീഷണിയായി സ്വർണ്ണം കയറുന്നു, വീണ്ടും ബോംബിടുന്നു കയറുന്നു. ഇപ്പം അത്യാവശ്യം 1000 ടൺ സ്റ്റോക്കായി. എന്നാൽ അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് വിറ്റ് കാശാക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യുദ്ധമൊക്കെ ഒന്ന് ശാന്തമാകുമ്പോൾ കുറച്ച് വിലയൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നോട്ടെ, എന്നിട്ട് അടുത്തത് ഇനി സ്വർണം പിടിക്കും. പ്രധാനപ്പെട്ട കേരള വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബ വീട്ടിലെ പരിശോധന പൂർത്തിയായി. 8.5 മണിക്കൂറാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. തിരുവനന്തപുരത്തെ പുളിമാത്തുള്ള വീട്ടിലാണ് പരിശോധന നടത്തിയത്. രേഖകളും സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഏതാണ്ട് വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. ഇത്ര മണിക്കൂറുകൾ എടുത്തു പരിശോധന പൂർത്തിയാക്കാൻ. അതിനിടയ്ക്ക് റവന്യൂ വകുപ്പും പരിശോധനയ്ക്കായി എത്തി. നിർണായകമായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രേഖകളാണ് വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനും ഒപ്പം റവന്യൂ വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്? ഈ സ്വർണ്ണ കൊള്ളക്കേസിൽ തുടർച്ചയായി 2ാം ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ചില നിർണായകമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് വൈകിട്ട് 3:30 തന്നെ ഈ സംഘം ഇവിടെ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബ വീട്ടിലെത്തിയത്. അവിടെ വിശദമായ പരിശോധനകൾ തന്നെ നടത്തി. ഇയാളുടെ ഇടപാടുകൾ സംബന്ധിച്ച്, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ വസ്തുവകൾ വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അത് ചില രേഖകൾ ഉൾപ്പെടെ അത്തരം രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില രേഖകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ രേഖകളിൽ വിശദമായ പരിശോധന ആവശ്യമാണ്. ഇയാള് ഗൂഢാലോചന നടത്തിയതും മറ്റു ചില ആളുകളുമായി സംസാരിച്ചതിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ പല അത് ഡിജിറ്റൽ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടുന്ന് കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പരിശോധനകൾക്ക് ശേഷം മറ്റു തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. വളരെ വേഗത്തിൽ തന്നെ ഇയാളെ മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമവും ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ബംഗളൂരിൽ ഉൾപ്പെടെ വൈകാതെ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിശദമായ പരിശോധന, ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുകയാണ്. ഇതിനി അടുത്ത നടപടി എന്ന നിലയിൽ ഉള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പം ഇരുത്തി ഈ കേസിലെ മറ്റ് പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ സർവീസിലുള്ള മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യും. നടപടികളിലേക്കായിരിക്കും ഇനി SIT കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മുരാരി ബാബുവിന് ഇതുമായി ഉള്ള ബന്ധം, ഒപ്പം തന്നെ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്ന ആ സംഘം, 5 പേരുൾപ്പെടുന്ന സംഘം, അവരിലേക്ക് എത്തുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റാർക്കൊക്കെയാണ് ഉദ്യോഗസ്ഥരായിരുന്ന സമയത്ത് ഇപ്പോൾ റിട്ടയർഡ് ആയ ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ട്. എല്ലാ രീതിയിലുമുള്ള അന്വേഷണങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു SIT എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തതും എന്ന് മനസ്സിലാക്കുന്നു. ബാംഗ്ലൂരുവിലേക്കായിരിക്കും ഇനി അന്വേഷണ സംഘം. അവിടെ ഓൾറെഡി തെരച്ചിൽ നടത്തുന്നുണ്ട്. കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഒരു തെരച്ചിലും മറ്റു ചോദ്യം ചെയ്യലും ഒക്കെ അപ്പോഴായിരിക്കും നടക്കുക. ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളും അപ്പോഴായിരിക്കും ലഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ഘട്ടം അതായിരിക്കും. മറ്റ് ഗൾഫ് വാർത്തകളിലേക്ക്. സൗദി KMCCയുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ അംഗത്വ ക്യാമ്പയിന് നജ്റാൻ സെൻട്രൽ കമ്മിറ്റിയുടെ തുടക്കം ആയിരിക്കുന്നു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. 2026 വർഷത്തേക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ പ്രവർത്തനം നജ്റാൻ KMCC സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ ഉപദേശക സമിതി ചെയർമാൻ ജബ്ബാർ പനങ്ങാങ്ങര നിസാർ ഫൈസിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. നജ്റാനിലെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 16 മുതൽ ഡിസംബർ 15 വരെ ഇതിനായി വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. ഖുർആൻ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ KMCC സ്നേഹോപഹാരം നൽകി ആദരിച്ചു. മുഹമ്മദ് റസൽ, സുബ്ഹാൻ, മുഹമ്മദ് നിസാമുദ്ദീൻ, ലത്തീഫ് വയനാട്, ഖലീലുർ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 നജ്റാൻ. ഗൾഫിൽ വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ച് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. ബോച്ചെ എന്ന പേരിൽ പുതിയ ജ്വല്ലറി ശൃംഖല ആരംഭിക്കും. ബോച്ചെ ഹോംസ് എന്ന പേരിൽ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബോച്ചെ ഹോംസ് എന്നിവ കൂടാതെ റിയൽ എസ്റ്റേറ്റ്, ടൂറിസം മേഖലകളിലാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന ബ്രാൻഡിൽ നിലവിലെ 56 ഷോറൂമുകൾ കൂടാതെയാണ്
ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പുതിയ ബ്രാൻഡിൽ വിവിധ രാജ്യങ്ങളിലായി 100 ജ്വല്ലറി ഷോറൂമുകൾ തുറക്കുകയെന്ന് ബോബി ചെമ്മണ്ണൂർ ദുബൈയിൽ പറഞ്ഞു. പുതിയതായിട്ടൊരു 100 ജ്വല്ലറി സ്റ്റോഴ്സ് ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ പേരിൽ വരാൻ പോവുകയാണ്, ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമായിട്ട്. സിബിൽ സ്കോർ ഇല്ലാത്തവർക്കും ഗൾഫിലും കേരളത്തിലും വീട് സ്വന്തമാക്കാൻ അവസരം നൽകുന്ന പദ്ധതിയാണ് ബോച്ചെ ഹോംസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ബോച്ചെ ഹോംസ് RTO റെന്റ് ടു ഓൺ എന്നൊരു സ്കീം വരുന്നുണ്ട്. അതായത് വീടില്ലാത്തവർക്ക്, സാധാരണക്കാർക്ക് സിബിൽ സ്കോർ ഇല്ലെങ്കിലും മറ്റ് ഫോർമാലിറ്റീസ് ഇല്ലാതെ വീട്ടിൽ വന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് താമസിക്കാനും മാസം തോറും വാടക അടച്ച് അവർക്ക് വീട് സ്വന്തമാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതുപോലെ ബോച്ചെ ഹോംസ് ആൻഡ് 100 ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇതിൻ്റെ 60% ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കി 40% മറ്റുള്ളവർക്ക്, ബിസിനസ് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരങ്ങളുണ്ട്. ബോബി ചെമ്മണ്ണൂർ ട്രാവൽസ് വഴി വിമാന ടിക്കറ്റ് എടുക്കുന്നവർക്ക് തത്തുല്യമായ തുകയ്ക്കുള്ള സേവനങ്ങൾ നാട്ടിൽ ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത്ര തത്തുല്യമായ ഫെസിലിറ്റി പോയി താമസിക്കാനും അത്ര തന്നെ ഫ്രീ കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് ഫ്രീ ആവുക. മീഡിയ 1 ദുബൈ.